ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയുടെയാണ്. അപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ടാണ് ഈ ഇലയുടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഇലയുടെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇലയുടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ ശർക്കര പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വേണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ മാവ് ഒരുപാട് ലൂസായി പോകും. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ കിട്ടില്ല. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് തിക്കായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇലയുടെ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഇലയുടെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കൈപ്പിടി അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വാഴയിലയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടി എടുത്തിട്ടുള്ളതാണ്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള റാഗി മാവ് ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്ത് ചെറിയ ഉരുളയായിട്ടൊന്ന് എടുക്കാം. അതിനുശേഷം ഈ ഇലയുടെ നടുവിലായിട്ട് വെച്ച് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം. നമ്മളിത് പരത്തി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം ഇതൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി എടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കാനും പറ്റും. ഒരുപാട് തിന്നായിട്ട് നമ്മൾ പരത്തി എടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്കും പരത്തി എടുക്കാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിനുള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇലയൊന്ന് നന്നായിട്ടൊന്ന് മടക്കി 2 സൈഡ് നല്ലതുപോലെ ഒന്ന് പ്രസ്സായി വരത്തക്ക രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ഇലയുടെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ഇലയും ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇലയുടെയൊക്കെ നല്ലതുപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയുടെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ റാഗിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.